ഈ കവിതയും ഈണവും തമ്മിലുള്ള ഒരകലങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ജോലിയുണ്ട്. അപ്പൊ രവിയേട്ടൻ ഇതിങ്ങനെ പറയുമായിരുന്നു, രവീന്ദ്ര മാഷ് പറയുമായിരുന്നോ, നമുക്ക് ഈ വാക്ക് മാറ്റാം, പകരം ഒരു വാക്ക് വെക്കാം, അല്ലെങ്കിൽ തിരിച്ച് തിരുമേനി സാക്ഷൻ, തിരുമേനിയും സംഗീതബോധമുള്ള ആളാണ്, നിങ്ങളുടെ ഒരു ഈ ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു? നമുക്ക് വരി മാറ്റാൻ, ട്യൂൺ മാറ്റാൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് ഞങ്ങൾ തമ്മിൽ ഏറ്റവും യോജിപ്പുള്ള ആൾക്കാരായിരുന്നു. പ്രമോദാൻ എന്നുള്ള വാക്ക് വന്നപ്പോൾ തന്നെ രവിയേട്ടൻ വീണു, പിന്നെ എന്തും ചെയ്യാന്ന് പറഞ്ഞു എന്നോട്. ആ വാക്ക് വന്നപ്പോൾ ആ പാട്ട് ക്ലിക്കായി. ആദ്യത്തെ വാക്കിൽ തന്നെ എന്നോട് പറഞ്ഞു. പിന്നെ ഓരോന്ന് പിന്നെ കവിത്വം മ്യൂസിക്കും കൂടി നല്ല ബ്ലെൻഡാവണം. അത് ഞങ്ങൾ രണ്ടുപേരുടെയും ദൈവാധീനം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് വേറൊരു വാക്കില്ല. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. കാരണം അതിൽ ഒരു നായകനെ കുറിച്ചാണ് ഞാൻ പിന്നെ നോക്കിയത്. ആ നായകന് ഐതിഹാസികമായ മാനം ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ ചുമതല. അതാണ് അതിൻ്റെ ആദ്യത്തെ ചരണത്തിൽ. പിന്നെ രാമായണവും രണ്ടാമത്തെ ചരണത്തിൽ ഭാഗവതവുമാണ്. അത് ഒന്ന് യമുനയുടെ തീരത്തും, അതെ, ഒന്ന് സരയൂ തീരത്തും. ഏതേതോ കഥയിൽ സരയുവില് ഒരു ചുടും എഴുതിയിരിക്കണമാണ് രാമൻ. അല്ല, രാമൻ അയോധ്യയിലെ രാമൻ രാജാവല്ല, സങ്കടത്തിന്റെ മെഴുതിനിർക്കണങ്ങളാണ്. അടുത്ത് യമുനയിലാണ്. യമുനയിൽ വനമലരായി ഒഴുകി നടക്കുന്ന കൃഷ്ണനാണ്. ഇതാണ് ആ രണ്ട് ക്യാരക്ടേഴ്സിനെ ഞാൻ അവിടെ കൊണ്ടുവന്നതാണ്. അത് നായകനെ ഏറ്റവും ഉത്തുംഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് എൻ്റെ കഥ, എൻ്റെ ഇതാണ്, എൻ്റെ മാർഗവും ഉദ്ദേശവും ഒക്കെയാണ്. രവിയേട്ടൻ്റെ അത് ഏറ്റവും മാക്സിമം അതിനെ ഒലിപ്പിക്കാനുള്ളതാണ്. ഇത് രണ്ടും കൂടെ ബ്ലെൻഡായതാണ് ആ പാട്ട്. അത് തിരുമേനി എഴുതി, രവീന്ദ്ര മാഷ് സംഗീതം കൊടുത്തു, ദാസേട്ടൻ പാടി എന്നൊക്കെ പറയുന്നതോടുകൂടി ഇത് അതെ ഒരു എതിരില്ലാത്ത ഇതായിട്ട് മാറും. അതിലും ഇന്നും ഞാൻ പറയുന്നത് അതിനോട് എതിരില്ല ആ പാട്ടിന്. അതുപോലെ സംഭവിക്കുകയാണ് ചില പാട്ടുകൾ. അതെ, കവിയുടെ ഗാന സാമർത്ഥ്യ ലഹരിയിൽ ഒരു നവകനക കിരീടം ഇതണിയുമ്പോൾ അതാണ് ആ രസാമൃത ലഹരിയിലാണ് ഞാൻ ആ കിരീടം അണിയുന്നത്. അത് തിരുമേനിയാണ്. അതെ, കവിയുടെ ഗാനരസാമൃതം ഞാൻ ആദ്യം വേണല്ലോ. ചട്ടുക ആദ്യം പായസത്തിന്റെ രുചി അറിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയുള്ളൂ. അതാണ് ആ ചട്ടുക അറിഞ്ഞു അപ്പോഴും തന്നെ.